ونستهديه ونؤمن به ونتوكل عليه. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: طوبى لمن آمن بي ورآني وطوبى ثم طوبى ثم طوبى لمن آمن بي ولم يروني أو كما قال سيدنا رسول الله. فقلبين في خلق وفي خلق ولم يدانه في علم ولا كرم وكلهم من رسول الله ملتبس غرفا من البحر أو رشفا من الديم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം തിരുപ്പിറവിയോടനുബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ അനുഗ്രഹീതമായ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തതുപോലെ അനുഗ്രഹീതമായ സ്വർഗപ്പൂങ്കാവനത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും വേണ്ടപ്പെട്ടവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ പാപങ്ങളെയും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.
കുട്ടികളുടെ പരിപാടികൾ കേട്ടു. ഇനി മനോഹരമായ കുട്ടികളുടെ ദഫ്തർ പ്രോഗ്രാം കൂടി നടക്കാനിരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ നബിദിന സന്ദേശ പ്രഭാഷണം നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറച്ച് നേരം വളരെ ശ്രദ്ധയോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ ഇരിക്കണം. ആളുകൾ എത്ര ഉണ്ട് എന്നുള്ളതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഒറ്റ ആൾ മതി. ആ ഉള്ള ആള് താല്പര്യമുള്ള ആളായ മതി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യട്ടെ. മുഹമ്മദ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടേണ്ടവൻ, പ്രശംസിക്കപ്പെടേണ്ടവർ എന്നൊക്കെയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആമിന ബീവിക്ക് സ്വപ്ന ദർശനമുണ്ടാകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിന് സ്വപ്ന ദർശനം ലഭിക്കുന്നുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദ, മുഹമ്മദ് എന്ന് പേര് വെക്കണമെന്ന്. മുഹമ്മദ് എന്ന് പറയുന്ന പേര് അറബിയിൽ അത്ര മേൽ സുപരിചിതമായൊരു പേരല്ലായിരുന്നു നേരത്തെ. പക്ഷെ പിന്നീട് പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ ഒരു അന്ത്യപ്രവാചകൻ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു അന്ത്യപ്രവാചകൻ, അല്ലെങ്കിൽ അഹ്മദ് എന്ന് പേരുള്ള അന്ത്യപ്രവാചകൻ വരുന്നു എന്ന ദീർഘദർശനങ്ങൾ പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് പ്രകാരം ഏകദേശം അന്ത്യപ്രവാചകന്റെ ആഗമനത്തിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന ഒരു ധാരണയിൽ വളരെ ഒറ്റപ്പെട്ട ചില ആളുകൾ മുഹമ്മദ് എന്ന പേര് വെച്ചത് കഴിച്ചാൽ അത്രമേൽ വ്യാപകമായിട്ടുള്ളൊരു പേരല്ലായിരുന്നു അറേബ്യയിൽ മുഹമ്മദ് എന്നത്. അന്ന് ആമിന ബീവി പ്രസവിച്ചു, കുഞ്ഞിന് മുഹമ്മദ് എന്ന പേര് വെച്ചു. 7ാമത്തെ ദിവസം വലിയ സദ്യ നടത്തി അബ്ദുൽ മുത്തലിബ് തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലായുടെ കൺമണിയാണ്, ആമിനായുടെ പൊന്മണിയാണ്, ലോക മുസൽമാന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിട്ട് നാളെ ഭാവിയിൽ ഇരിക്കുന്ന മഹാനായ പ്രിയപ്പെട്ട മകനാണ്. ആ മകന്റെ 7ാമത്തെ ജന്മനാളിൽ മക്കയിലുള്ള ആളുകളെ എല്ലാം വിളിച്ച് നല്ലൊരു സമൃദ്ധമായ സദ്യ നടത്തി. അതിൽ പങ്കെടുത്ത ചില ആളുകൾ ചോദിച്ചു അബ്ദുൽ മുത്തലിബിനോട്, എന്താണ് അബ്ദുൽ മുത്തലിബ് അങ്ങ് കുഞ്ഞിന് പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്? എന്താ അങ്ങനെ ഒരു പേര് വെക്കാൻ കാരണം? നമ്മുടെ പൂർവികന്മാരുടെ പേരുകളൊന്നും വെക്കാതെ മുഹമ്മദ് എന്നൊരു പേര് വെക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, മങ്കൂസ് മൗലവി പറഞ്ഞു, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും, ഭൂമിയിലെന്ന് മാത്രമല്ല വാനലോകത്തുള്ള സകല സൃഷ്ടിജാലങ്ങളും എന്റെ പ്രിയപ്പെട്ട മകനെ വാഴ്ത്തണമെന്ന്, പ്രശംസിക്കണമെന്ന്, മഹത്വപ്പെടുത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, അള്ളാഹു താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൽ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബൈത്തൊക്കെ ചൊല്ലു. അപ്പൊ നിങ്ങൾ സ്വലാത്തിലാണോ? സ്വലാത്ത് മീൻസ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ, സ്വലാത്താണ്. സ്വലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി, സ്വലാത്താണ്. നമ്മൾ ഈ മൗലിദില്ലേ, മൗലിദ് എന്താ? മൗലിദിൽ പ്രധാനമായിട്ടുള്ളത് സ്വലാത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അവിടുത്തെ വിലാദത്തുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ചില കവിതകൾ പാലായനം ചെയ്യും.
അപ്പോ കേട്ടിരിക്കുന്ന ആളുകൾ ജവാബ് ചൊല്ലും. സ്വലാത്തും വ തസ്ലീമുൽ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബറിയതി. അത് സ്വലാത്താണ്. ഇത് സ്വലാത്തിന്റെ സദസ്സാണ്, ഇത് മദ്ഹിന്റെ സദസ്സാണ്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മുടെ ഈ സദസ്സ് നമുക്ക് ഫലപ്രദമാകണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് തന്നെ പ്രശംസിക്കപ്പെടേണ്ടവർ, വാഴ്ത്തപ്പെടേണ്ടവർ, മദ്ഹ് ചെയ്യപ്പെടേണ്ടവർ എന്നാണ് ആ പേരിന്റെ അർത്ഥം തന്നെ. വേറെ തെളിവിന്റെ ഒന്നും ആവശ്യമില്ല, ആ പേര് തന്നെ തെളിവാണ്. ضم الإله اسم النبي إلى اسمه إذ قال في الخمس المؤذن أشهد صلاة وتسليم على المصطفى المختار خير البرية وشق له من اسمه ليجله فذو العرش محمود وهذا محمد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖായിരുന്ന സഹാബിയാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത്. ആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിട്ട് പറഞ്ഞതാണ്, ضم الإله اسم النبي إلى اسمه إذ قال في الخمس المؤذن أشهد. അല്ലാഹുവിന്റെ തിരുദൂതരെ, പ്രപഞ്ചത്തിന്റെ അധിപതിയായ രാജാതിരാജനായ തമ്പുരാൻ, ഖാലിഖായ പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാന്റെ നാമത്തിന്റെ കൂടെ അങ്ങയുടെ നാമവും ചേർത്ത് ബന്ധിച്ചില്ലയോ നബിയേ? ഇത് ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. 5 നേരത്തെ ബാങ്കിൽ നിന്ന് 5 നേരത്തെ ബാങ്കുകളിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിനുമാർ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവായ ജഗന്നിയന്താവായ ജഗദീശ്വരനായ പടച്ച തമ്പുരാൻ, അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ ഇലാഹില്ല എന്ന പ്രപഞ്ച സത്യം വിളിച്ച് പറഞ്ഞാൽ കൂടെ തന്നെ പറയുന്നില്ലയോ നബിയേ? വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ തിരുദൂതനാണ് മുഹമ്മദ്, തിരുദൂതനാണ് മുഹമ്മദ്, റസൂലാണ് മുഹമ്മദ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രപഞ്ചനാഥന്റെ തിരുദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ലോകത്തുള്ള കോടാനുകോടി മസ്ജിദില്ല മിനാരങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് മുഅദ്ദിനുകളുടെ തൊണ്ടകളിൽ നിന്ന് അവരുടെ അതരങ്ങളിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുമ്പോൾ കോടിക്കണക്കിന് പ്രാവശ്യമാണ് മുഹമ്മദ് 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 എന്ന പേര് കൊണ്ട് ഈ പ്രപഞ്ചം മലയടിക്കുന്നത്. ലോകത്തിങ്ങനെ ഒറ്റ മനുഷ്യനേ ഉള്ളു മക്കളെ, ആ മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്തില്ല, ഞാൻ പറഞ്ഞു ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രശ്നമല്ല. ഉള്ള ആള് ഒറ്റ ആള് ക്വാളിറ്റി ഉണ്ടാവണം. ക്വാളിറ്റി ഇല്ലാത്തവർ കുറെ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടൊരു കാര്യമില്ല. ക്വാണ്ടിറ്റി കുറേ ഉണ്ട്, ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അള്ളാഹു നമുക്ക് ക്വാളിറ്റി തരട്ടെ. അപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, وشقى له من اسمه ليجله فذو العرش محمود وهذا محمد. റഹ്മാനായ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, അവന്റെ ഒരു നാമത്തിൽ നിന്നാണ് മുഹമ്മദ് എന്ന നാമം എടുത്തിരിക്കുന്നത്.
ഫദുൽ അർശി മഹ്മൂദുൽ, അർശിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ മഹ്മൂദാണ്. ആ മഹ്മൂദായ അല്ലാഹുവിന്റെ നാമമായ മഹ്മൂദ് എന്ന് പറയുന്ന നാമത്തിൽ നിന്നാണ് മുഹമ്മദ് എടുക്കപ്പെട്ടിരിക്കുന്നത്. ഫദുൽ അർശി മഹ്മൂദുൽ, അർശിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ മഹ്മൂദാണ്. വഹാദാ മുഹമ്മദു, ആമിനാടെ പൊന്നുമോനെ, അബ്ദുള്ളാടെ കുഞ്ഞുമോനെ, ലോക മുസൽമാന്റെ ഹൃദയമാകുന്ന മലർവാണിയിലെ പുഷ്പമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദാണ്. വാഴ്ത്തപ്പെടുന്നവരാണ്. ആര് മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചാലും, ആര് മുഹമ്മദ് നബിയെ കൊച്ചാക്കിയാലും, ഏത് വൃത്തികെട്ടവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെ ഇടിച്ച് താഴ്ത്താൻ ശ്രമിച്ചാലോ ആ പേര് തന്നെ നിരന്തരമായി ദ്യോതിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രശംസനീയൽ, മഹത്വപ്പെടുത്തപ്പെടുന്നവൻ, പ്രശംസിക്കപ്പെടുന്നവൻ, മഹത്വമുടയവനെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റപ്പെടുത്താൻ വേണ്ടി അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രത്യേക ജീവികളൊക്കെ ഉണ്ട്. അവരിങ്ങനെ നിരന്തരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് അവര് പറയുമ്പോഴും അവര് പറയും മുഹമ്മദ് ശരിയല്ല, പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. ആര്? ആ മഹാനായ മനുഷ്യൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മഹത്വമുടയവർ, പ്രശംസിക്കപ്പെടുന്നവർ, മഹത്വപ്പെടുത്തപ്പെടേണ്ട ആ വ്യക്തി മഹത്വമില്ലാത്ത ആളാണ്. അത് തന്നെ വൈരുദ്ധ്യല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പേരുണ്ടല്ലോ, ആ പേര് തന്നെ ഒരു മുഅ്ജിസത്താണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന പേരേതാണെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 13,33,49,400 ആളുകൾ മുഹമ്മദ് എന്ന പേര് ലോകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പേര് സ്വീകരിച്ചിരിക്കുന്ന പേരാണ് മുഹമ്മദ്, വെറും മുഹമ്മദ്. പിന്നെ മുഹമ്മദ് ഷരീഫ്, മുഹമ്മദ് അഷ്റഫ്, എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാ, ഒക്കെ വേറെ ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് വെക്കപ്പെട്ടിരിക്കുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. 13,33,49,400 ആളുകൾ. കഴിഞ്ഞ വർഷത്തെ കണക്കാണിത്. ഈ വർഷം കൂടിയിട്ടുണ്ടാവും. രണ്ടാം സ്ഥാനം മേരിക്കാണ്. മേരി, മറിയം. അത് 6 ലക്ഷത്തി സംതിങ്, 6,200,00,000, പകുതിയിലും താഴെ. മൂന്നാമത്തെ സ്ഥാനം ജോസ് എന്നുള്ള പേരാണ്, 1,99,00,000. അഞ്ചാമത്തെ സ്ഥാനം അഹമ്മദ് എന്ന പേരാണ്, അഹമ്മദ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന പേര് മുഹമ്മദ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പേര് മുഹമ്മദ്. ലോകത്ത് ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേര് മുഹമ്മദ്. ലോകത്ത് സൂര്യൻ ആദ്യമായിട്ട് ഉദിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിലെ ജിബ്സൺ. അവിടെ പ്രഭാതത്തിൽ, അവിടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
തീർച്ചയായും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന് ന്യൂസിലൻഡിലെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോൾ അവിടെ നിന്നൊരു 10-50 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിൽ നിന്ന് അഷ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ അടുത്ത സെക്കൻഡിൽ അടുത്ത പള്ളിയിൽ നിന്ന് അഷ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ന്യൂസിലൻഡ് കഴിഞ്ഞിങ്ങ് വരുമ്പോൾ മലേഷ്യയിലേക്ക് എത്തിയാൽ മലേഷ്യയിലെ ആയിരക്കണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് അഷ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പോരുമ്പോൾ ഇന്തോനേഷ്യയിലെ ആയിരക്കണക്കായ 10,000-കണക്കായ പള്ളികളിൽ നിന്ന് വീണ്ടും അഷ്ഹദു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നിങ്ങോട്ട് പോരുന്ന സമയത്ത് മാലി ദ്വീപിലേക്ക് എത്തിയാൽ, ആന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് എത്തിയാൽ, പിന്നെ ഇങ്ങോട്ട് സിലോണിലേക്ക് കടന്നാൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് കടന്നാൽ, ഇങ്ങോട്ട് കേരളത്തിലേക്ക് കടന്നാൽ, അങ്ങനെ കടന്നു പോയി കർണാടകയിലൂടെ മഹാരാഷ്ട്രയിലൂടെ മധ്യപ്രദേശത്തിലൂടെ കടന്നുപോയി പാകിസ്ഥാനിലൂടെ കടന്ന് അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് സൗദി അറേബ്യയിലൂടെ കടന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തുള്ള സകലമാന പ്രദേശങ്ങളിലുമുള്ള സകലമാന പള്ളികളിൽ നിന്നും ഓരോ സെക്കൻഡിലും മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നിരന്തരമായി പറയപ്പെടുന്ന ഒരേ ഒരു പേരിന്റെ ഉടമയാണ് നമ്മുടെ കരളിന്റെ കഷ്ടമായ മുഹമ്മദ് മുസ്തഫ. ലോകത്ത് വേറൊരു മനുഷ്യരില്ല മക്കളെ. ലോകത്ത് എത്ര മതാചാര്യന്മാരുണ്ട്, ലോകത്ത് എത്ര ആരാധിക്കപ്പെടുന്നവരുണ്ട്, ലോകത്ത് എത്ര മഹാരഥന്മാര് കടന്നു പോയിട്ടുണ്ട്, ലോകത്ത് എത്ര ചരിത്ര പുരുഷന്മാർ കടന്നു പോയിട്ടുണ്ട്, ലോകത്ത് എത്ര ബിജുഗീഷുക്കൾ കടന്നു പോയിട്ടുണ്ട്, ലോകത്ത് എത്ര സൈന്റിസ്റ്റുകൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരു സെക്കൻഡ് പോലും ഇടതടവില്ലാതെ പറയപ്പെടുന്ന പേരിന്റെ ഉടമകളായി ലോകത്ത് മറ്റൊരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി ബിൽ ഉർബിൽ വൽ അജബി മൗലായ സല്ലി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീർത്തനം ചെയ്യണമെന്ന്, പ്രശംസിക്കണമെന്ന്, മദ്ഹ് ചെയ്യണമെന്ന്, മൗലിദോദണമെന്ന്, ബുർദ പാടണമെന്ന് ആ പേര് തന്നെ നമ്മളോട് പറയാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ടിങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട, വിശ്വാസികൾക്കുള്ള ചില ബാധ്യതകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ പറഞ്ഞത് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു. അതാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രസംഗത്തിന്റെ സന്ദേശമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നമുക്ക് ഉള്ള കടപ്പാടുകളിൽ, നമുക്കുള്ള ബന്ധത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ പ്രഥമമായ ബാധ്യത അല്ലദീന ആമനൂ ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുക എന്നതാണ്. നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസങ്ങളൊക്കെ ആവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ കുറേ പറയും, നമ്മൾ കുറേ കേൾക്കും, നമ്മൾ കുറേ മൗലിദ് പാരായണം ചെയ്യും, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കും. ഓരോ റബീഉൽ അവ്വൽ കഴിയുമ്പോഴും
നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, അടുപ്പത്തിൽ എത്രമാത്രം ഉയർച്ചയുണ്ടായിട്ടുണ്ട് എന്നൊരാലോചന ഉണ്ടാകണം. എങ്കിലേ ഇതിലൊക്കെ കാര്യമുള്ളൂല്ലോ. ഞാൻ പറയാറുണ്ട്, എല്ലാ വർഷം പറയാറുണ്ട്, ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന പള്ളി, ഞാൻ നമ്മളെ സഖാഫി സ്വാദൊക്കെ അടുത്തടുത്ത മഹല്ലുകളിലാണ് സേവനം ചെയ്യുന്നത്. എല്ലാ കൊല്ലം ഞാനവിടെ പറയും, റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച ഞാൻ പറയും റബീഉൽ അവ്വൽ മൊത്തം റസൂലുള്ളാഹിനെ പറ്റിയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ, കൂടുതൽ പഠിക്കാൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എഴുതിയ ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകം നിങ്ങൾ വായിക്കണോ? ഞാനത് ചെയ്യാറുണ്ട്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഈമാൻ ഉണ്ടാകണമെങ്കിൽ, മഹബ്ബത്ത് ഉണ്ടാകണമെങ്കിൽ നബി തങ്ങളെ കുറിച്ച് അറിയണം. മൻ അറഫ റസൂലല്ലാഹി ഫഖദ് അഹബ്ബ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി തങ്ങളോട് സ്നേഹമുണ്ടാകാനുള്ള വഴി, മൻ അറഫ റസൂലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ തിരുദൂതരെ അറിഞ്ഞാൽ, തിരിച്ചറിഞ്ഞാൽ, ഫഖദ് അഹബ്ബ, തീർച്ചയായിട്ടും അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയണം. അതെങ്ങനെ ഈമാൻ ഉണ്ടാവുക? അള്ളാഹിനെ പറ്റി അറിയാതെ എങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക? അള്ളാഹിനെ പറ്റി അറിയാതെ എങ്ങനെയാണ് അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാതെ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക? നബി തങ്ങളെ അറിയണം, കൂടുതൽ കൂടുതൽ അറിയണം. ഇന്നത്തെ എൻ്റെ സംസാരത്തിന്റെ ഒരു മെസ്സേജ് അതാണ്. ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിക്കപ്പെടണം, മദ്ഹ് ചെയ്യപ്പെടണം, പ്രകീർത്തിക്കപ്പെടണം. മുഹമ്മദ് എന്ന പേര് അതിന് തെളിവാണ്. രണ്ടാമത്തെ മെസ്സേജ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ ബാധ്യത അവിടത്തെ വിശ്വസിക്കലും അവിടത്തെ സ്നേഹിക്കലുമാണ്. മഹബ്ബത്തുഹു ഈമാനുഹു വ മഹബ്ബത്തുഹു, ഈമാനുഹു വ മഹബ്ബത്തുഹു. അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതനാണെന്ന് വിശ്വസിക്കണം. മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു വിശ്വസിച്ചിട്ട് കാര്യമില്ല. അത് ലോകത്തെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിട്ടുണ്ട്, 1500 കൊല്ലമായി ജനിച്ചിട്ട്, അതെല്ലാവർക്കും അറിയാം. മുഹമ്മദ് നബി മഹാനാണ് എന്ന് അത് മുസ്ലിങ്ങൾ മാത്രമൊന്നല്ല, അത് പലരും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ജോർജ് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്, മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞിട്ടുണ്ട്. ദി 100 റാങ്കിംഗ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയ മൈക്കിൾ എച്ച് ഹാർട്ട്, ചാപ്റ്റർ 1 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃത പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ, കരുണാവാൻ നബി മുത്തുരത്നമോ. എത്ര കൃത്യമായിട്ടാണ് മദ്ഹ് ചെയ്തത് ശ്രീനാരായണ ഗുരു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനാണ് എന്ന് നല്ല മനുഷ്യരൊക്കെ, ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ, ചിന്താശേഷിയുള്ള മനുഷ്യരൊക്കെ, നബിതങ്ങളെ കുറിച്ച് സത്യസന്ധമായിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്ത മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർ വിശ്വസിക്കുന്നുണ്ട്, അവരറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരില്ല. നമ്മൾ മുസ്ലിങ്ങളുടെ ബാധ്യത നബിതങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ആള് ജീവിച്ചു എന്ന് വിശ്വസിക്കലല്ല, നബിതങ്ങൾ മഹാനാണ് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, നബിതങ്ങൾ ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ഈ ദർശനം ലോകത്ത് വിശ്വാസരമാണ് എന്ന് മനസ്സിലാക്കൽ മാത്രമല്ല, അതിനപ്പുറത്ത് വല്ലദീന ആമനൂ ബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കണം. മുഹമ്മദ് നബി മഹാനാണ് എന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. മഹാനായ മുഹമ്മദ് നബി മഹാനാണ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഗാന്ധിജിയും ജോർജ് ബർണാഡ് ഷായും ഗിബ്ബനും തോമസ് കാർലൈലും ആളോട് ടോയൻബിയും ശ്രീനാരായണ ഗുരുദേവനും ലാലാ ലജ്പത് റായിയും മഹാത്മാ ഗാന്ധിജിയും അങ്ങനെ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നല്ലത്, അൽഹംദുലില്ലാഹ്.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി കേവലം ഒരു മഹാനായ മനുഷ്യൻ മാത്രമല്ല, മഹാനായൊരു മനുഷ്യനിൽ നിന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മുഹമ്മദുർ റസൂലുള്ളാഹ്, പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്ത അവിടുത്തെ തിരുദൂതരാണ്, അവിടുത്തെ റസൂലാണ്, അവിടുത്തെ മെസഞ്ചറാണ്, അവിടുത്തെ പ്രൊഫറ്റാണ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഷഹാദത്താണ് 5 നേരത്തെ നമസ്കാരത്തിൽ 9 പ്രാവശ്യം നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നാഥ, അല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതരാണെന്ന്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് 5 വക്ത് നമസ്കാരത്തിൽ നിരന്തരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈമാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് വഅല്ലമാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖുൻ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതെല്ലാം, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞതെല്ലാം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്നതെല്ലാം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് സമർപ്പിച്ചതെല്ലാം സത്യമാണെന്നുള്ള ബോധ്യമുണ്ടാകണം. ആ നിലക്ക് അടിയുറച്ച വിശ്വാസം മുഹമ്മദ് നബിയെ കുറിച്ചുണ്ടാകണം. വിശ്വാസം ബോധ്യമാണ്. അങ്ങനെ ബോധ്യത്തോടെ കൂടെ അത്തഹിയാത്ത് ചൊല്ലണം. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതരാണെന്ന്. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലിന്റെ ദൂതർ തന്നെയാണോ? പ്രവാചകൻ തന്നെയാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഖുർആൻ ഉൾപ്പെടെയുള്ള സന്ദേശങ്ങൾ സത്യമാണോ? ബോധ്യപ്പെടും. പഠിച്ചാൽ, അറിഞ്ഞാൽ. നമ്മൾ വിശ്വാസികളാണ്, നമുക്ക് ബോധ്യമുള്ളവരാണ്, നമുക്ക് വിശ്വാസമുള്ളവരാണ്. പക്ഷെ ആ വിശ്വാസം ദൃഢമാകണമെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കണം, അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പഠിക്കേണ്ടതും മുഹമ്മദ് നബിയാണ്. ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് വകതിരിവായാൽ ആ കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത് റസൂലുള്ളാഹിനെ പറ്റിയാ, ABCD ഒന്നുമല്ല. ഒരു കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കേണ്ടത് പ്രീ സ്കൂളിൽ വിട്ടാൽ പലതുമാണ് പഠിക്കുക. ഇസ്ലാമിക് പ്രീ സ്കൂളുകളൊക്കെ ആണെങ്കിൽ റസൂലുള്ളാഹിനെ പറ്റി പഠിപ്പിക്കും. അതാണ് പഠിപ്പിക്കേണ്ടത്. ആദ്യമായിട്ട് വകതിരിവായാൽ ഒരു കുഞ്ഞറിയേണ്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. മുഹമ്മദ് നബിയിലൂടെ വേണം സിട്ടാവിനറിയാൻ, അള്ളാഹുവിനറിയാൻ. ആദ്യം തന്നെ ഒരു കുഞ്ഞിന് അല്ലാ 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 എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് അള്ളാഹിനെ മനസ്സിലാവൂല. അള്ളാഹിനെ മനസ്സിലാവാൻ പെട്ടെന്ന് എളുപ്പമല്ല. പക്ഷേ ഒരു കുഞ്ഞിന് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദുർ റസൂലുള്ളാഹിനെ. ആമിനാടെ പൊന്നുമോനാണ് മുഹമ്മദ് മുസ്തഫ. മക്കയിൽ ജനിച്ചവരാണ് മോനെ മുഹമ്മദ് മുസ്തഫ. ഹലീമ ബീവി പാല് കൊടുത്ത കുഞ്ഞുമോനാണ് മോനെ മുഹമ്മദ് മുസ്തഫ. മദീനയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവരാണ് മോനെ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഉമ്മമാർക്ക് ബോധം ഉണ്ടാകണം. ബോധമില്ലാത്ത ഉമ്മമാര്, ന്യൂ ജനറേഷൻ ഉമ്മമാര്, ലിബറലിസം തലക്ക് പിടിച്ച യുവതികളാകുന്ന ആധുനിക ഉമ്മമാർ, അവർക്ക് എവിടെ അല്ലാഹുവിനെ അറിയും? അവർക്ക് എവിടെ റസൂലുള്ളാഹിനെ അറിയും? അഹമ്മദ് ഷൗക്കി പറയുന്നുണ്ട്, മതബോധമില്ലാത്ത ജാഹിലീങ്ങളായ സ്ത്രീകൾ വളർത്തുന്ന മക്കളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ നന്മ പ്രതീക്ഷിക്കുമെന്ന്, എങ്ങനെ നന്മ പ്രതീക്ഷിക്കുമെന്ന്. ആധുനിക തലമുറ, ന്യൂ ജനറേഷൻ, അൽഫ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ജനറേഷനെ പറ്റിയിട്ട് ആളുകളും
സൈക്കോളജിസ്റ്റുകളും പ്രബോധകന്മാരൊക്കെ പറയും ന്യൂ ജനറേഷൻ ആകെ പ്രശ്നമാണ്. ഒരു പ്രശ്നമൊന്നുമല്ല. ന്യൂ ജനറേഷൻ നല്ല കുട്ടികളാണ്. അവർക്ക് കുറേ പോസിറ്റീവായ വശങ്ങളുണ്ട്, അവർക്ക് കുറേ നെഗറ്റീവുകളും ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ജനറേഷൻ്റെതല്ല പ്രശ്നം. ഈ ജനറേഷന്റെ ഈ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളിൽ നമ്മുടെ ജനറേഷനെ വളർത്തുന്ന മാതാക്കൾക്കാണ് പ്രശ്നം, ഉപ്പമാർക്കാണ് പ്രശ്നം. ഉപ്പമാരെക്കാളും ഉമ്മമാർക്കാണ് പ്രശ്നം. അതുകൊണ്ട് ഉമ്മമാർ ഇസ്ലാമികവൽക്കരിക്കപ്പെടണം. ഒരു സമൂഹം നന്നാവാനേ, ഒരു മഹല്ല് നന്നാവാനേ, നന്നാവേണ്ടത് ആ പ്രദേശത്തെ പെണ്ണുങ്ങളാണ്. ഒരു പ്രദേശത്തെ പെണ്ണുങ്ങൾ നന്നായാൽ, ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ പെണ്ണ് നന്നായാൽ ആ കുടുംബം നന്നാവും, സംശയം വേണ്ട. നേരെ മറിച്ച് ഒരു കുടുംബത്തിലെ വാപ്പ നല്ല വാപ്പയാണ്, ദീനീബോധമുള്ള വാപ്പയാണ്, ഉമ്മ മോശാണ്, മക്കള് നന്നാവാൻ ഇച്ചിരി പ്രയാസമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ കൻആൻ. നൂഹ് നബി അലൈഹിസ്സലാം ആരാണ്? ഉലുൽ അസ്മകളിൽപ്പെട്ട മഹാനായ പ്രവാചകൻ. ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരിൽ അത്യുത്കൃഷ്ടരായ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മകളിൽ അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ കൻആൻ നിഷേധിയായി, ധിക്കാരിയായി, അക്രമിയായി, പാപിയായി, അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമായി അയാൾ മുങ്ങി മരിച്ചു. ആരുടെ മോന? നൂഹ് നബിയുടെ മോന. എന്താ കാര്യം? കന്നാന്റെ ഉമ്മ വളരെ മോശമായിരുന്നു. ലറബല്ലാഹു മസലൻ ലറബല്ലാഹു ലില്ലദീന കഫറു ഇംറഅത ലൂത്തിൽ വംറഅത നൂർ. സത്യനിഷേധികളുടെ ഉപമ അല്ലാഹു പറയുന്നു. ലൂത്ത് എന്ന പ്രവാചകന്റെ ഭാര്യയും നൂഹ് എന്ന പ്രവാചകന്റെ ഭാര്യയും സത്യനിഷേധികൾക്കുള്ള ഉപമയാണ് എന്ന് ഖുർആൻ പറയുന്നു. മഹാനായ പ്രവാചകനാണ്, ഭാര്യ നിഷേധിയായിരുന്നു, ദുസ്വഭാവിയായിരുന്നു, മതമില്ലാത്തവളായിരുന്നു, മതബോധമില്ലാത്തവരായിരുന്നു. അന്നത്തെ കാലത്ത് ലിബറലിസ്റ്റ് ആയിരുന്നു, അന്നത്തെ കാലത്ത് ഫെമിനിസ്റ്റ് ആയിരുന്നു, അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് മതത്തിന്റെ വിലക്കുകളെ പൊട്ടിച്ചെറിഞ്ഞ് ആന്തോതിയായി നടന്ന പെണ്ണായിരുന്നു നൂഹിന്റെ ഭാര്യ. ആ നൂഹിന്റെ ഭാര്യ പ്രസവിച്ച് ആ നൂഹിന്റെ ഭാര്യ വളർത്തിയ കനാൻ നിഷേധിയായി മാറി. നേരെ മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോറ്റി വളർത്തിയിട്ടില്ല. ചെറുപ്പത്തിലെ കൊണ്ടുപോയി ആക്കിയില്ലേ മക്കത്ത്. പിന്നെ ആരാ വളർത്തിയത്? ഹാജറുമ്മയാണ് വളർത്തിയത്. ഹാജറുമ്മ വളർത്തിയ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരുമ സന്തതി മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ. അല്ലാഹുവിന്റെ മഹാനായ പ്രവാചകനായ ഇസ്മാഈൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായിരുന്ന മഹാനായ ഇസ്മാഈൽ. ആ ഇസ്മാഈലിനെ ഇസ്മായിലാക്കിയ ആരാ? ഇബ്രാഹിം അല്ല, പ്രിയപ്പെട്ട ഉമ്മ ഹാജറാണ്. പ്രിയപ്പെട്ട ഉമ്മ ഹാജർ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ ആക്കിയത് ആരാ? ശാഫി ഇമാമിന്റെ ഉമ്മയാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അഹ്മദ് ഇബ്നു ഹംബൽ ആക്കിയത് ആരാ? അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉമ്മയാണ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് എന്ന് പറയുന്ന സാത്വികനായ മഹാനായ പണ്ഡിതനെ ശൈഖ് മുഹയ്യിദ്ദീൻ ആക്കിയത് ആരാ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മുൽ ഫളൽ ആയിരുന്നു. അങ്ങനെ ലോകത്ത് എത്ര മഹാരഥന്മാർ. ഷാഫി ഇമാമിന്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അഹ്മദ് ഇബ്നു ഹംബലിന്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി. പിന്നെ അവരൊക്കെ ട്യൂൺ ചെയ്തത് ആരെന്നറിയോ? ഉമ്മമാരാണ്, ഉമ്മമാർ. അതുകൊണ്ട് ഇവിടെ ആണുങ്ങളെക്കാളും കൂടുതൽ ഉമ്മമാരാണുള്ളത്, ഉമ്മമാരാകാൻ പോകുന്ന കുട്ടികളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പെങ്ങന്മാരെ, ദീനുണ്ടാകണം. കുറഞ്ഞ കാലത്തെ ജീവിതമേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള മൊബൈലുണ്ടല്ലോ, ഈ സാധനം, ഈ ഒരു 10-25 കൊല്ലങ്ങളെ കൊണ്ട് സമൂഹത്തിലൊരു ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊക്കെ എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരു മധ്യവയസ്സിലൊക്കെയുള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാവും.
ഒരു 19 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുക. ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഭാഗത്തെ പേരശ്ശനൂർ ഇവിടെയൊക്കെ ഞാൻ കുറേ വാതിൽ, പാണ്ഡികശാലൊക്കെ ഞാൻ കുറേ വാതിൽ വന്നിട്ടുണ്ട്. പേരശ്ശനൂരൊക്കെ ഒരു 10-20 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ്. ഒരു 10-30 വർഷത്തോളമായി ഞാനിങ്ങനെ ഒരു ദീനി പ്രബോധന രംഗത്ത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഹലലുകൾ, തെറ്റുകൾ, അപാകതകൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് വാതിനൊക്കെ വരുമ്പോഴേ ഞാൻ ഈ പേരശ്ശനൂരും പാണ്ഡികശാലയിലൊക്കെ പണ്ടൊക്കെ വാതിന് വരുമ്പോൾ നല്ല സദസ്സായിരുന്നു, നല്ല ആളുണ്ടാവും. അന്ന് വാദന്മാരും കുറവാണ് കേട്ടോ, അന്ന് വാദന്മാരും കുറവാണ്. ഞാൻ ഒരു മുള്ളൂർക്കര മമ്മലി സഖാഫി, ഒരു അബ്ദുൽ ഖാദർ ഹസനി മമ്പീരി, അങ്ങനെ കുറച്ച് വാദന്മാരാണ് അന്നത്തെ കാലത്തുള്ളത്. ഈ വാദനിങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവരല്ലാത്ത വാദ പറഞ്ഞ ഉസ്താദന്മാർ കുറേ ഉണ്ട്. അപ്പൊ അന്നത്തെ കാലത്തുള്ള ആ ഒരു ടെൻഡൻസി മാറി. അന്നൊക്കെ വാളിന്റെ സ്ഥിരമായിട്ട് വാള് സംഘടിപ്പിക്കുന്ന കുറെ ചെറുപ്പക്കാർ, നിരന്തരമായിട്ട് വാള് കേൾക്കാൻ പോകുന്ന ചെറുപ്പക്കാർ. ഞാനൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ പാണ്ഡികശാല, അതേപോലെ ഞാൻ പറഞ്ഞ പേരശ്ശനൂർ, ഇവിടെ മുക്കില പീടിക, ഈ മൂടാല്, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് ഒരു 10-25-30 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് സ്ഥിരമായിട്ട് വാളിന് വരുന്ന കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അത് അന്നത്തെ ഒരു ട്രെൻഡാണത്. ആ ജനറേഷൻ മാറി. ഇന്നത്തെ കുട്ടികൾ നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ചെറുപ്പക്കാർ. ഇവിടെ സഖാവിസ്താദ് പറഞ്ഞു ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച് ഇവിടുത്തെ കുറേ ചെറുപ്പക്കാരാണെന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു മക്കളെ അനുഗ്രഹിക്കട്ടെ. എവിടെ ഇല്ലത്? ഇന്ന് വാളില്ലല്ലോ, എവിടെ ഇല്ല വാളെന്നല്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കാരണം സംഘാടകരായിട്ട് ചെറുപ്പക്കാരില്ല. ഏതെങ്കിലുമൊക്കെ മഹല്ല് കമ്മിറ്റിക്കാർ എന്തെങ്കിലുമൊക്കെ ചെറിയല്ലോ പരിപാടികൾ വെക്കുക എന്നല്ലാതെ ചെറുപ്പക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളില്ല. എന്താ കാര്യം? എല്ലാവരും ഇതിലാണ്, തോണ്ടുക. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ 2-3 ആളുകളോട് സ്ഥലം ചോദിച്ചു. അപ്പൊ സ്ഥലം ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്ത് വന്നിട്ട് സ്ഥലം ചോദിക്കുമ്പോൾ ഈ ചെവിയിൽ കുന്ത്രാണ്ടം തിരികുണ്ടാവും. അപ്പൊ വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുന്ത്രാണ്ടുണ്ടാവും. അപ്പൊ ഞാൻ വണ്ടി എടുക്കും. പിന്നെ അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ തലയും താത്തി ഇങ്ങനെ ഇരിക്കേണ്ട, തോണ്ടിയിട്ടിരിക്കുക. എക്സ്ക്യൂസ് മീ അന്വേഷിക്കുമ്പോൾ കേൾക്കൂല. ഒന്നും കൂടി ഉറക്കം ഓണടിച്ചിട്ടാണ് എന്താ ഉണ്ട്. എല്ലാവരും ഇതിലാണല്ലോ അല്ലേ? പെണ്ണുങ്ങളും സ്ത്രീകളും വനിതകളും എല്ലാവരും. ഈ സാധനം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചിന്ത, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ചിന്താഗതി മൊത്തം മാറി. എല്ലാം മാറി, മൊത്തം മാറി. നമ്മുടെ നിലപാടുകൾ മാറി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഭയങ്കര മാറ്റം മാറിയത്. നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ കാര്യം പറയേണ്ട. പതിയെ ഓണം കഴിഞ്ഞില്ലേ, ഓണം സെലിബ്രേഷൻ. പെൺകുട്ടികൾ തുള്ളിച്ചാടിയിരുന്നു. ആരെന്ത് പറഞ്ഞിട്ടെന്ത് കാര്യം? ഇങ്ങനെ കൂടി വരികയാണ്. എന്താ ചെയ്യാ? ആരോടാ പറയാ? വല്ലാത്തൊരു ദുരിതത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടുപിടുത്തത്തോടുകൂടെ ലോക ചരിത്രത്തിലെ, മാനവ ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവമാണ്, ഒരു വലിയ മാറ്റമാണ് ലോകത്തുണ്ടായത് ഇന്റർനെറ്റിലൂടെ കണ്ടുപിടുത്തത്തിലൂടെ. ഒരു 25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്റർനെറ്റ് ഇത്ര വ്യാപകമല്ല. 2001 ഗ്രാജ്വലി അതിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നു. അൽഹംദുലില്ലാഹ്, അതിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒരു പോസിറ്റീവായ വശം ഏറെ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ കുട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഇവിടെ എന്താ പറയാന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് മനസ്സിലേക്ക് വന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആയത്തും ഹദീസും കിട്ടണം. അപ്പൊ ഉടനെ തന്നെ ഞാൻ ഗൂഗിൾ ചെയ്തു. പണ്ടത്തെ കാലത്തേക്ക് കിതാബ് നോക്കണ്ടേ? കിതാബ് എപ്പോഴും നോക്കണം. പക്ഷെ ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വിഷയം സംസാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ഗൂഗിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ജമിനി ചേച്ചിയോട് ചോദിച്ചാൽ മതി. ജമിനി ചേച്ചിയോട്, ചേച്ചിയെ ഇതിൻ്റെ ഒരു സംഗതി പറയുന്നവരോ ഉടൻ ചേച്ചി പറഞ്ഞു തരും. അങ്ങനെ ഉപകാരമുണ്ട്. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അതിലും വലുതാണ്. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കൊക്കെ പഴയ ആൾക്കാർക്കുള്ളതാണ്. പിന്നെന്താ മറ്റേ ഇൻസ്റ്റാഗ്രാം,
നിരന്തരമായിട്ട് നമ്മുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെടുന്ന, നമ്മുടെ ചിന്താഗതിയെ മാറ്റുന്ന, ലിബറലിസം തലയിലേക്ക് അടിച്ചു കയറ്റുന്ന, ഫെമിനിസ്റ്റ് ചിന്താഗതി നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്ന നിരന്തരമായ നിതാന്തമായ പ്രവർത്തനമാണ്, പ്രചരണമാണ്, പ്രചരണമാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയും നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമായെന്ന്. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. ഞാൻ എൻ്റെ മോളും ഒക്കെ എൻ്റെ മോള് MBBS പഠിക്കുകയാണ്. നല്ല ഹിജാബോട് കൂടെ പഠിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ, സ്വാലിഹാത്തുകളാക്കട്ടെ. പഠിക്കണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ നമ്മൾ ഈ ഭൗതിക വിദ്യാഭ്യാസത്തെ പറ്റി മാത്രമാണ് പറയണത്. പക്ഷെ അതിനപ്പുറത്ത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തിരുദൂതനെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച്, പരിശുദ്ധ ഖുർആനെ കുറിച്ച്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച്, ജീവിതത്തിന്റെ അർത്ഥത്തെ കുറിച്ച്, എന്തിനാണ് ഇവിടെ വന്നത് എന്നതിനെ കുറിച്ച്, എന്തിനാണ് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഈ വിദ്യ അഭ്യാസമുള്ള അഭ്യാസക്കാർക്ക് വല്ലതും അറിയോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിദ്യാഭ്യാസമുള്ള വിവരദോഷികളെന്ന്. ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർ വിദ്യാഭ്യാസമുള്ള വിവരദോഷികളാണ്. വിദ്യാഭ്യാസമുള്ള ജാഹിലീങ്ങളും ജാഹിലാത്തുകളാണ്. അറിവ് കേവലം വിവരം ഉണ്ടായ പോരാ, വിജ്ഞാനം ഉണ്ടാകണം. കുറെ അറിവുണ്ടായ പോരാ, തിരിച്ചറിവുണ്ടാകണം. അതില്ല ന്യൂ ജനറേഷന്. അതെവിടെ നിന്നുണ്ടാകും? അതുണ്ടാകേണ്ടത് ഭവനങ്ങളിൽ നിന്നാണ്. ചെറുപ്പത്തിലെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ജനിച്ച വീണ നാള് മുതൽക്കേ ഉണ്ടാകേണ്ടതാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജനിച്ച കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഈ ശബ്ദമാണ് ആദ്യമായിട്ടൊരു കുട്ടി കേൾക്കേണ്ടത്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തീർച്ചയായും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതനാണ് എന്ന വാക്കുകളാണ് ആദ്യമായിട്ടൊരു കുട്ടി കേൾക്കേണ്ടത്. ജനിച്ചു വീണ ആദ്യത്തെ കേൾവി തന്നെ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ മുതൽക്ക് ഇങ്ങനെ തുടങ്ങണം. അങ്ങനെ തമ്മീസിന്റെ പ്രായമായാൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മുത്തു റസൂലിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂലിനെ കേട്ട് വളരട്ടെ മക്കൾ, അല്ലാഹുവിന്റെ റസൂലിനെ അറിഞ്ഞ് വളരട്ടെ മക്കൾ, അല്ലാഹുവിന്റെ റസൂലിനെ തിരിച്ചറിയട്ടെ മക്കൾ. അങ്ങനെ റസൂലുള്ളാഹിനെ അറിഞ്ഞ മക്കൾ, റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ മക്കൾ, റസൂലുള്ളാഹിനെ സ്നേഹമുള്ള മക്കൾ, റസൂലുള്ളാഹിനെ നെഞ്ചിലേറ്റിയ മക്കൾ, അവരേത് മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചാലും, ഏത് IIT-യിൽ പോയി അവർ പഠിച്ചാലും, അവർ അമേരിക്കയിൽ പോയി പഠിച്ചാലും, UK-യിൽ പോയി പഠിച്ചാലും, ഓക്സ്ഫോർഡിൽ പോയി പഠിച്ചാലും, എവിടെ പോയി പഠിച്ചാലും മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് മുസ്തഫ നെഞ്ചിലുണ്ടോ ആ വിദ്യാർത്ഥി, ആ മകൻ ഒരിക്കലും നശിക്കില്ല, ആ മകൾ ഒരിക്കലും പരാജയപ്പെടില്ല, ആ കുട്ടികൾ ഒരിക്കലും വഴികേടിലേക്ക് പോകില്ല. സമൂഹത്തെ വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗവും മുഹമ്മദ് മുസ്തഫാനെ പരിചയപ്പെടുത്തലാണ്. മുഹമ്മദ് മുസ്തഫായുമായിട്ട് മനുഷ്യന്റെ മനസ്സിനെ കണക്ട് ചെയ്യലാണ്. ഈ വഴിവിട്ട കാലത്ത്, അരാജകത്വം കൊടികൊത്തി വാടുന്ന ഈ കാലത്ത്, അധാർമികത കൊടികൊത്തി വാടുന്ന ഈ കാലത്ത്, യുവസമൂഹം ന്യൂ ജനറേഷൻ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ കാലത്ത് നമ്മുടെ മക്കൾ രക്ഷപ്പെടാൻ എന്ത് മാർഗമുള്ളത്? നമ്മുടെ മക്കൾ, ഞാൻ എൻ്റെ കാര്യം പറയാം, എൻ്റെ മക്കൾ, നിങ്ങളിരിക്കുന്ന ഓരോരുത്തരുടെയും മക്കൾ, പഠിച്ചവരെ ഈ ആധുനിക കാലഘട്ടത്തിന്റെ വൃത്തികേടിൽ പെടാതെ, മയക്കുമരുന്നിന് അടിമയായി പോകാതെ, വൃത്തികെട്ട ചപലമായിരിക്കുന്ന വൃത്തികെട്ട അനാശ്വാസ പ്രവണതകളിൽ പെട്ടുപോകാതെ, രിദ്ദത്ത് സംഭവിക്കാതെ, മതനിരാസം സംഭവിക്കാതെ, എക്സ് മുസ്ലിം ആകാതെ, മദ്യപാനിയാകാതെ, MDMA ഉപയോഗിക്കുന്നവരാകാതെ, അതേപോലെയുള്ള വൃത്തികേടുകൾക്ക് പിന്നാലെ പോകാതെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന
ജീവിക്കുന്ന മനുഷ്യത്വമുള്ള മക്കളായി ജീവിക്കാൻ എന്തുണ്ട് പരിഹാരം? ഒറ്റ പരിഹാരമേ ഉള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ പറയാറുണ്ട്, മൗലിദിന്റെ സദസ്സിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്ന കുട്ടികള് വഴിതെറ്റൂല. ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് നിരന്തരം കേൾക്കുന്ന മക്കൾ വഴിതെറ്റില്ല. എൻ്റെ മകള് പഠിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട്. റബീഉൽ അവ്വൽ 30 ദിവസം അവിടെ മൗലിദ് നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ. മെഡിക്കൽ കോളേജിൽ SSFന്റെ യൂണിറ്റ് ഉണ്ട്, SKSFന്റെ യൂണിറ്റും ഉണ്ട്. അൽഹംദുലില്ലാ. ആ മക്കളൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കുന്ന മക്കള് അൽഹംദുലില്ലാ വളരെ ഉഷാറാണ്. അവിടെയൊക്കെ കോളേജിൽ പോയാലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാലും ഉണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ ഒരു 3-4 കുട്ടികളുണ്ട് തലയിൽ തൊപ്പിയിട്ട കുട്ടികൾ. മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധം മനുഷ്യനെ സംസ്കരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ്. لقد من الله على المؤمنين إذ بعث فيهم رسولا يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة. മനുഷ്യനെ സംസ്കരിക്കാൻ വയുസക്കീഹിം, മനുഷ്യനെ സംസ്കരിക്കപ്പെടാനുള്ള മാർഗം മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ പങ്കെടുക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ കണക്ഷൻ ഉണ്ടാകും മുത്ത് റസൂലുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ എങ്ങനെ നന്നായത്? കള്ളകുടിയന്മാരായിരുന്നവർ, പെണ്ണുപിടിയന്മാരായിരുന്നവർ, വൈൻ, വിമൻ ആൻഡ് വാർ, 3 W-കളിൽ വൈൻ മദ്യം, വിമൻ സ്ത്രീ, വ്യഭിചാരം, യുദ്ധം, അങ്ങനെ എല്ലാ വിധത്തിലുള്ള നെറികേടിൽ അകപ്പെട്ട് ജീവിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കാലങ്ങളെ കൊണ്ട് മാറ്റിയെടുത്തിട്ട് ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ എന്ന് പറഞ്ഞ് അല്ലാഹു സർട്ടിഫിക്കേഷൻ കൊടുത്ത ലോകത്തിലെ ഉദാത്തമായ ഒരു സമുദായമാക്കിയിട്ട് മാറ്റിയതാരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി വേറെ നമുക്ക് കാണാൻ കഴിയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരേക്കും വരാതിരിക്കുന്ന ജന പദ്ധതികൾ ഉൾപ്പെടെ അസ്ഹാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സഖാക്കളെ പോലെ, സ്വഹാബികളെ പോലെ ക്വാളിറ്റിയുള്ള ഒരു സമുദായം അല്ലാഹ് സർട്ടിഫിക്കേഷൻ കൊടുത്തു. റളിയല്ലാഹു അൻഹും വറളൂ അൻ, റളിയല്ലാഹു അൻഹും വറളൂ അൻ. അല്ലാഹുവിന്റെ സർട്ടിഫിക്കേഷൻ. ആരായിരുന്നു അത്? ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദ്യപാനി. ആരായിരുന്നു? ഹംസ. വബിഹംസതൽ കറാരി അമ്മിൽ മുസ്തഫ അസദില്ലിലാഹി വസയ്യിദിശ് ശുഹദാഇ. അവരൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇന്നും നമ്മളെ മാറ്റുക. പക്ഷെ നമുക്ക് മുഹമ്മദ് നബിയെ നേരിട്ട് കാണാൻ പറ്റണില്ലല്ലോ. വേണ്ട. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്ഹാബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കണ്ടുവെങ്കിൽ, നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് മദീനയുമായിട്ട് നമ്മുടെ ഖൽബ് ബന്ധപ്പെടുത്താം, മദീനയുമായിട്ട് നമ്മുടെ മനസ്സിനൊരു ബന്ധമുണ്ടാക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ, റസൂലുള്ളാഹിനെ കുറിച്ച് കൂടുതൽ കേട്ടാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിലൂടെ മദീനയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ കണക്ഷൻ ഉണ്ടായാൽ ഒരു 500 സ്വലാത്ത് ഒരു ദിവസം ഒരാൾ ചെല്ലുകയാണെങ്കിൽ ആ മനുഷ്യന് പിന്നെ വേറെ മുറബിയായ ശൈഖിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന അള്ളാഹിന്റെ റസൂലിന്റെ നേരിട്ടുള്ള തർബിയത്തും തസ്കിയത്തും കിട്ടുമെന്നാണ് മഹാന്മാർ പറയുന്നത്.
ചില മഹാമാര് പറയുന്നു 1000 സ്വലാത്ത് വേണമെന്ന്. കക്കടിപ്പുറം ഷെയ്ഖ് പറഞ്ഞു 500 സ്വലാത്ത് വേണം മിനിമം. സ്വലാത്ത് എത്രമേൽ വർദ്ധിപ്പിക്കുന്നു അത്രമേൽ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടും. നൂറുൽ ഖുലൂബി യസീദു ഇൽദ സലാത്തിനാ ലിൽ ഹാശിമി ഫനൂറുഹു ലാ യൽജലി ഫളിയാഉനാ മിൻ ലൗഇ നൂരി മുഹമ്മദി സല്ലു അലാ ദാകൽ നബിയിൽ അഫ്ളലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് എത്രമേൽ വർദ്ധിപ്പിക്കുന്നോ അത്രമേൽ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടും. അത്രമേൽ നമ്മൾ തിന്മയിൽ നിന്ന് അകലും. അത്രമേൽ നമുക്ക് തിന്മയോട് വെറുപ്പുണ്ടാകും. ഏത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാൻ എൻ്റെ മോള് ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എൻ്റെ മോൾക്ക് ഈ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ അക്കാശക്കിലായി. ഈ കോവിഡിൻ്റെ സമയത്ത് വെറുതെ ഒന്ന് എഴുതിയപ്പോൾ മെറിറ്റിൽ കിട്ടിയ MBBS. ഞാൻ ചേർക്കണോ വേണ്ടേ ആകെ കൺഫ്യൂഷനായി. ഞാൻ ഖലീൽ തങ്ങളുമായിട്ടൊരു മുഷാവറ നടത്തി. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദുമായിട്ട് സംസാരിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു ചേർക്കാൻ. മഅദനി ഉസ്താദ് പറഞ്ഞു മോളോട് 2 ഇജാത്ത് 2 സ്വലാത്ത്, ഒരു സ്വലാത്തും വേറോട് നിൽക്കും, അത് പതിവായിട്ട് ചൊല്ലാൻ പറ, ധൈര്യമായിട്ട് ചേർക്കൂ, അവളൊരു നല്ല ഡോക്ടറായി തീരട്ടെ. അൽഹംദുലില്ലാഹ് ആ സ്വലാത്ത് നിരന്തരമായിട്ട് ആ ഇജാദത്ത് പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾ എവിടെ പഠിച്ചാലും എവിടെ പോയാലും സ്വലാത്തുണ്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുണ്ടോ, ഹിജാബ് ഉണ്ടാകും, ദീനുണ്ടാകും, സംസ്കാരമുണ്ടാകും. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റും സ്വലാത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും. നമ്മൾ സാധാരണ അത്തഹിയ്യാത്തിന് ചൊല്ലുന്ന സ്വലാത്തുണ്ട് അല്ലേ? നമ്മൾ സാധാരണ ദുആകളൊക്കെ നടത്തുന്ന സമയത്ത് ദുആന്റെ തുടക്കത്തിലും ദുആന്റെ അവസാനത്തിലും സ്വലാത്ത് ചൊല്ലും. ബാങ്കിന്റെ മുമ്പ്, ഖാമത്തിന് മുമ്പ് നമ്മൾ സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്തുകളൊക്കെ ചൊല്ലണം. അതിന് പുറമ്പ് ഒരു സെപ്പറേറ്റ് ഒരു 100 സ്വലാത്ത് മിനിമം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാര് ചൊല്ലണമെന്ന് ഒരു ചെറിയ അപേക്ഷയുണ്ട്. നിങ്ങളത് കേൾക്കുമോ? ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സിമ്പിൾ സ്വലാത്ത്. اللهم صل على سيدنا محمد وآله وسلم. സിമ്പിൾ സ്വലാത്താണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത്. ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ 5 മിനിറ്റ് പോലും വേണ്ട. اللهم صل على سيدنا محمد وآله وسلم. ഒന്ന് ചൊല്ലൂ, എൻ്റെ കൂടെ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസല്ലം. വളരെ സിമ്പിളാണ്, 5 മിനിറ്റ് വേണ്ട. അത് നിങ്ങൾ ചൊല്ലോ. പടച്ചോൻ തൗഫീഖ്. ഇന്നത്തെ എൻ്റെ വക നിങ്ങൾക്കൊരു ഹദിയ, റഹ്മാനായ അല്ലാഹുവേ നീ സ്വീകരിക്കണേ പടച്ചോൻ. അത് ചൊല്ലാനുള്ള തൗഫീഖ് ഇവിടെ പങ്കെടുത്ത സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നീ നൽകണേ പടച്ചോൻ. അല്ലാഹുവേ അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രതിഫലവും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ, ബിഹഖ്ഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയണം. അല്ലാഹുവിൻ്റെ റസൂലിനെ കൂടുതൽ പഠിക്കണം. നമ്മുടെ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നമ്മുടെ വീട്ടിലുണ്ടാകണം. നമ്മുടെ വീട്ടിൽ ദീനിൻ്റെ സംസ്കാരമുണ്ടാകണം, ദീനിൻ്റെ ചിന്തയുണ്ടാകണം, ദീനിൻ്റെ ജീവിതമുണ്ടാകണം. ഈ ഒരു വഴിവിട്ട കാലത്ത് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതുപോലെ ക്യാമ്പസുകൾ വിഷലിപ്തമാണ്, സോഷ്യൽ മീഡിയകൾ വിഷലിപ്തമാണ്. ഒരു ഭാഗത്ത് എക്സ് മുസ്ലിമീങ്ങളുടെ തേരോട്ടമാണ്, രിദ്ദത്താണ്. ഇസ്ലാമിൽ നിന്ന് അടർന്നു പോകുന്ന ചെറുപ്പക്കാരികളും വർദ്ധിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം, മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളാണ്. വേറൊരു ഭാഗത്ത് പെൺകുട്ടികളുടെ അഴിഞ്ഞാട്ടങ്ങളാണ്.
ആഭാസത്തരങ്ങളാണ്, വഴിവിട്ട പ്രണയങ്ങളാണ്, വഴിവിട്ട ബന്ധങ്ങളാണ്, LGBTQ ആണ്, ലെസ്ബിയൻ ബന്ധങ്ങൾ. കണ്ടില്ലേ ബിഗ് ബോസ് എത്ര പെണ്ണുങ്ങളാ അതിന്റെ പിന്നാലെ പോണതെന്നറിയോ? അതൊക്കെ ഒളിച്ചു കടത്തുന്ന അജണ്ടകൾ നമ്മളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുകയാണ്. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനനുസരിച്ച് ജീവിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് നമുക്കുള്ളത് എന്ന ഓർമ്മയുണ്ടാകണം. വളരെ കുറഞ്ഞ കാലങ്ങൾ വളരെ വേഗം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്നാ നേരം വെളുക്കുന്നത്, എത്ര പെട്ടെന്നാ സന്ധ്യയാകുന്നത്, എത്ര പെട്ടെന്നാ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത്, എത്ര പെട്ടെന്നാ ഒരു കൊല്ലം മറിഞ്ഞു വരുന്നത്. കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വൽ എന്നാ വന്നത്, ഈ വർഷത്തെ റബീഉൽ അവ്വൽ ഇനി കഴിയുന്നു, അടുത്ത വർഷത്തെ റബീഉൽ അവ്വൽ പെട്ടെന്ന് വരും. നമ്മുടെ ജീവിതമാണ് ഈ പോണത്, നമ്മുടെ ആയുസാണ് ഈ പോണത്. ഓടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിൽ ആയുസിൽ തീർച്ച. തേടുന്ന പറഞ്ഞില്ലേ മൾവീട്ടിലേക്ക്, തൽജം നീ നോക്കുന്നു കൊൽവീട്ടിലേക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഇങ്ങനെ അറിയാതെ കൊഴിഞ്ഞു പോവുകയാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് ഒരു അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് സ്ട്രോക്ക് വരിക എന്നറിയില്ല, ആർക്കാണ് എപ്പോഴാണ് ക്യാൻസർ പിടിപെടുക എന്നറിയില്ല, ആർക്കാണ് എപ്പോഴാണ് കിഡ്നിക്ക് രോഗം വരിക എന്നറിയില്ല, എപ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുക എന്നറിയില്ല, എപ്പോഴാണ് കുഴഞ്ഞു വീഴുക എന്നറിയില്ല. 2020 ശേഷം പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിച്ചു എന്ന് ഡോക്ടർമാര് ധാരാളം പറയുന്നു. നിരന്തരമായി ചർച്ചകൾ നടക്കുന്നു. ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ ചർച്ചയായിരുന്നു. പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുകയാണ്. 30 വയസ്സുകാര്, 35 വയസ്സുള്ള ചെറുപ്പക്കാരുകൾ, 40 45 വയസ്സുള്ളവർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അന്ത്യനാളെടുത്താൽ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന്. പെട്ടെന്നുള്ള മരണത്തിന് കാരണം എന്താണെന്ന് ഡോക്ടർമാർ റിസർച്ച് നടത്തുകയാണ്. ചിലർ പറയുന്നു കോവിഡിനെടുത്ത വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന്, വേറെ ചിലർ പറയുന്നു കോവിഡ് ബാധിച്ചതുകൊണ്ട് ഹൃദയത്തിന്റെ ശക്തി കുറഞ്ഞു പോയത് കൊണ്ടാണെന്ന്. പല വിധത്തിലുള്ള ഖിലാഫുകളുണ്ട് ഡോക്ടേഴ്സിനിടയിൽ. പക്ഷേ ആരംഭ റസൂലേ മുഹമ്മദ് മുസ്തഫ കാരണം എന്തായിരുന്നാലും അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അവസാന നാളായാൽ പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് മരണം കടന്നു വരിക എന്നറിയില്ല. എപ്പോ വന്നാലും എങ്ങനെ വന്നാലും സന്തോഷമായി മരിക്കാൻ നമുക്ക് പറ്റണം. സമാധാനത്തോടെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണം. സമാധാനത്തോടെ കൂടെ മരിക്കണം. നാളെ സമാധാനത്തോടെ കൂടെ ഉയർത്തെഴുന്നേൽക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ബിലാൽ, പാടി ബിലാലെന്ന പൂങ്കുയില്, പണ്ട് പാവലദീനിൽ തേനിസല്, കാടിളകും കുഫർ കൂട്ടത്തില് നല്ല കലിമത്തുറപ്പിച്ച പൂങ്കരള്. മഹാനായ സയ്യിദുനാ ബിലാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനായിരുന്ന ബിലാൽ, അല്ലാഹുവിന്റെ റസൂലിനെ അതിരട്ട് സ്നേഹിച്ചിരുന്ന സയ്യിദുനാ ബിലാൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മഹാനായ ബിലാൽ പിന്നെ ചിരിക്കാറില്ല, മഹാനായ ബിലാൽ സന്തോഷിക്കാറില്ല. സന്തോഷത്തിന്റെ ഘട്ടങ്ങൾ വന്നാലും മഹാനായ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയാണ് മഹാനായ ബിലാലിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം മഹാനായ സയ്യിദുനാ ബിലാൽ മദീന വിട്ടു പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തു റസൂലില്ലാഹ് അബൂബക്കർ, ഞാൻ ശാമിലേക്ക് പോകട്ടെയോ? ശാമിലേക്ക് ദഅവത്തിന്റെ സംഘങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ
അബൂബക്കർ സിദ്ദീഖ് പറയുന്നുണ്ട്, പോകരുതേ ബിലാലേ, അങ്ങ് റസൂലുള്ളാഹിയുടെ മുഅദ്ദിനായിരുന്നല്ലോ, അങ്ങ് റസൂലുള്ളാഹിയുടെ ഹബീബായിരുന്നല്ലോ, അങ്ങ് റസൂലുള്ളാഹിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പോലെ ആയിരുന്നല്ലോ, അങ്ങ് റസൂലുള്ളാഹിയുടെ ഖലീഫായിരുന്നല്ലോ. ആ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ബിലാലെ അങ്ങ് പോകുന്നത് എനിക്കിഷ്ടമല്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞപ്പോൾ മഹാനായ ബിലാൽ ശാഠ്യം പിടിക്കുകയാണ്. അവസാനം ബിലാൽ ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ ഖലീഫ അബൂബക്കറേ, പണ്ട് ബത്ഹായില്ല താഴ്വരയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുമെല്ലാം ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ 100 ദീനാർ കൊടുത്ത് നിങ്ങളെല്ലാം മോചിപ്പിച്ചത്. ആ മോചിപ്പിച്ചതിന്റെ അധികാരം വെച്ചിട്ടാണോ ബിലാല് പോകരുതെന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചങ്കിൽ തറക്കുന്നൊരു ചോദ്യം മഹാനായ ബിലാല് ചോദിച്ചു പോയി. മഹാനായ അബൂബക്കർ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അല്ല ബിലാല്, ഒരിക്കലും അങ്ങനെ പറയരുത് ബിലാലേ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. അന്നേരം ബിലാല് പറഞ്ഞു, ആരംഭ റസൂലില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ വയ്യ. ആരംഭ റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫ് കാണുമ്പോൾ, ഹബീബായ നബി തങ്ങളുടെ ഹുജറത്തു ശരീഫ് കാണുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ കേറി നിന്ന മിമ്പർ കാണുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ കേറി നിന്ന മിഹ്റാബ് കാണുമ്പോൾ, ഇല്ല അബൂബക്കറേ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അബൂബക്കറേ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് അബൂബക്കറേ എന്ന് പറഞ്ഞ് മദീന വിട്ടുപോയ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ശാമിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം മഹാനായ ബിലാൽ, രോഗാസന്നനായ ബിലാൽ വഫാത്താകാൻ എടുക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും, ആളുകളെല്ലാം ബിലാലിന്റെ വീട്ടിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. എല്ലാവരും ദുഃഖിതരാണ്. മഹാനായ ബിലാലിന്റെ ഭാര്യ കരയുന്നുണ്ട്, പൊന്നാര മക്കൾ കരയുന്നുണ്ട്, മഹാനായ ബിലാലിന്റെ സുഹൃത്തുക്കളെ കരയുന്നുണ്ട്, ദുഃഖിതരായിരിക്കുന്നുണ്ട്. പക്ഷെ ബിലാൽ വലിയ സന്തോഷവാനാ. പ്രിയപ്പെട്ടവർ, വാഹുസനാ വാഹുസനാ, ഞങ്ങളുടെ ദുഃഖമേ ഞങ്ങളുടെ ദുഃഖമേ എന്ന് പറഞ്ഞ് ബിലാലിന്റെ ഭാര്യ കരയുമ്പോൾ, ബിലാലിന്റെ മക്കൾ കരയുമ്പോൾ, മഹാനായ ബിലാലിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരുകയാണ്. മഹാനായ ബിലാലിന്റെ മുഖം പ്രസന്നമാവുകയാണ്. ബിലാൽ പറയുന്നുണ്ട്, വാ ഹുസന എന്ന് പറയല്ലേ, ദുഃഖമേ ദുഃഖമേ എന്ന് പറയല്ലേ, വാ ഫർഹത, എല്ലാ സന്തോഷമേ എല്ലാ സന്തോഷമേ, എല്ലാ ആനന്ദമേ എല്ലാ ആനന്ദമേ. ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പോവുകയാണ്. എന്നെ ഞാനാക്കി മാറ്റി എന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ, എന്റെ ഹൃദയത്തിന്റെ ആവേശമായ മുഹമ്മദ് മുസ്തഫ. ബത്ഹായില്ല താഴ്വരയിലിട്ട് ഉമയ്യത്തിന്റെ കിങ്കരന്മാരെല്ലാം തല്ലിച്ചതച്ചപ്പോൾ, ഈ മക്കയുടെ മരുഭൂമിയിൽ അടിമയായിരുന്ന കാലത്ത് ഒരു മനുഷ്യനായി പോലും വകവെക്കപ്പെടാതെ ഞാൻ അടിമകളെ പോലെ മൃഗങ്ങളെ പോലെ ഞാൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ഞാൻ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനെ വിളിച്ചിട്ട് മോചിപ്പിക്കണം അബൂബക്കറിനെ, ബിലാലിനെ കൊണ്ടുവരണം അബൂബക്കറെ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട അബൂബക്കറിനെ പറഞ്ഞു വെച്ചിട്ട് എന്നെ മോചിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. അബൂബക്കറിന്റെ കൂടെ ഞാൻ എന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ചെന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കറുത്തയല്ലേ, നീഗ്രോവായിരുന്നയല്ലേ, പുണ്യപൂമാനായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ശറഫാക്കപ്പെട്ട നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, അബ്ശിർ യാ ബിലാൽ, അബ്ശിർ യാ ബിലാൽ, ഇനി മുതൽക്ക് നീ ദുഃഖിക്കണ്ട ബിലാലേ, ഇങ്ങടുത്ത് വരൂ ബിലാലെ എന്ന് പറഞ്ഞ് അവിടുത്തെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചെനിക്ക് ഉമ്മ തന്ന എന്റെ പ്രിയപ്പെട്ട നായകൻ മുഹമ്മദ് മുസ്തഫ. ഏതൊരു ഹബീബായ നബിയുടെ വിയോഗത്തിന് ശേഷം ഞാൻ ദുഃഖിതനായിരുന്നു, ആ ഹബീബായ നബി തങ്ങളെ കാണാൻ പോവുകയാണ് ഞാൻ. പിന്നെന്തിനാ ഞാൻ ദുഃഖമെന്ന് പറയുന്നത്, പിന്നെന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? അതുകൊണ്ട് വാ മുഹമ്മദാ വാ ഫറഹത്താ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദാതിരേകത്താൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് കലിമ ചൊല്ലി പുഞ്ചിരി തൂകി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ബിലാൽ, ആ ബിലാൽ മരിച്ചതുപോലെ മരിക്കാൻ പറ്റണം. എവിടെ വെച്ച് മരിച്ചാലും, ആശുപത്രികൾ വെച്ച് മരിച്ചാലും, ICU-നകത്ത് വെച്ച് മരിച്ചാലും, വീട്ടിൽ വെച്ച് മരിച്ചാലും, റോട്ടിൽ വെച്ച് മരിച്ചാലും, ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത് പെട്ടെന്നൊരു തളർച്ച വന്ന് മരിച്ചാലും, സൈലന്റ് അറ്റാക്ക് വന്ന് മരിച്ചാലും, ബിലാല് മരിച്ച പോലെ സന്തോഷമായി സമാധാനമായി മരിക്കണമോ? അതിന് അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ ക്വാളിറ്റി മഹാനായ ബിലാലിനുണ്ടായത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ മറക്കല്ല പെങ്ങളെ. നിരന്തരമായ മൊബൈലുകൾ കണ്ട്, നിരന്തരമായ സോഷ്യൽ മീഡിയ കണ്ട്, നിരന്തരമായ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോയി നിരന്തരമായ ജാഹിലിയത്തുകളും വിരുട്ടുകളും കൽബിലേക്ക് വരുമ്പോൾ, അങ്ങനെ മനസ്സ് മലിനമാകുമ്പോൾ, ഈമാൻ നഷ്ടപ്പെടുമ്പോൾ, ഇരുളിലായി ജീവിക്കുമ്പോൾ, ആ അവസ്ഥയിൽ മരിക്കേണ്ടി വന്നാൽ അത് ദുരന്തമാണ് പെങ്ങളെ, ദുരന്തമാണ്. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിനെ പഠിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടാകണം. അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചാൽ ഈ ലോകത്ത് സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. മരിക്കുന്ന സമയത്ത് സമാധാനമുള്ള ജീവിതം അല്ലാഹു തരും. നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് അന ഫറത്തുക്കും ഇൻദൽ ഹൗദ്, എൻ്റെ ഉമ്മത്തേ, എൻ്റെ ഉമ്മത്തേ, ഞാൻ നിങ്ങളെ ഹൗദിങ്കൽ കാത്തിരിക്കുമെന്ന്, ഹൗദൽ കൗസറിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമെന്ന് നമ്മുടെ ചങ്കായ മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടാണ് കടന്നു പോയത്. ആ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോകണം പെങ്ങളെ. അതുകൊണ്ട് മറക്കരുതേ. ഈ സഹോദരൻ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് പറയുന്നത്, അല്ലാഹുവിനോടുള്ള, അല്ലാഹുവിനെ മുൻനിർത്തിയാണ് പറയുന്നത്, പടച്ചവനാണ് സത്യം, ഇഖ്ലാസോടെയാണ് പറയുന്നത്, ആരംഭ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണേ. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണേ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണേ. ദീനനുസരിച്ച് ജീവിക്കണേ. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.